കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും തൊഴാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാം. ഇന്നത്തെ അലങ്കാരം എന്താണ്, കളഭാലങ്കാരം എന്താണ് എന്നൊക്കെ അറിയാനുള്ള ആ ജിജ്ഞാസയുമായിട്ട് നമ്മളെ മനസ്സിൽ, ഓരോരുത്തരുടെയും മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. ഉച്ചപൂജ അലങ്കാരം എന്താണ്, ആ ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നത്തെ കളഭാലങ്കാരം എന്താണ് എന്നൊക്കെ അറിയാനുള്ള ആ ഒരു ത്വരയുമായിട്ടാണ് നമ്മളിപ്പോൾ ആ ശ്രീലകത്തിൻ്റെ അവിടെ ആ ഗോപുരത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പം എന്തായാലും ആ ഗുരുവായൂരപ്പനെ കാണുന്നതിന് മുൻപ് നമുക്ക് ആ വലിയ ഗണപതിയെ ഒന്ന് കാണാം. കിഴക്കേ നടയിലുള്ള ഗണപതിയെ കണ്ട് വണങ്ങിയിട്ട് നമുക്കിങ്ങനെ പോരാം. അങ്ങനെ പോരുമ്പോൾ ഗോപുരം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ നടക്കുമ്പോൾ പടിവാതിൽക്കലിൻ്റെ അവിടെ എത്താറായി. അപ്പോൾ അവിടെ ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, അധികം തിരക്കൊന്നുമില്ല, ഈ സ്വാമിമാരുടെ തിരക്ക് തന്നെയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് സുഖ ദർശനം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്കിങ്ങനെ പോരാം. അങ്ങനെ ആ വാതിൽപ്പടിയിലേക്ക് കയറുമ്പോൾ വലതുകാലിനെ വെച്ച് കയറാൻ പറ്റുന്ന സമയമാണെന്ന്. അപ്പോൾ അങ്ങനെ കയറുമ്പോൾ അവിടെ ചെന്ന് നമുക്ക് നേരെ മേൽപ്പത്തൂര് നാരായണീയം രചിച്ച ആ സ്ഥലത്തേക്കൊക്കെ നോക്കാം. അവിടേക്കൊന്ന് മനസ്സാ സ്മരിക്കാം. അത് കഴിഞ്ഞ് നേരെ ഇപ്പുറത്തേക്ക് തിരിഞ്ഞാൽ ആ തൂണ് കാണാം. ആ നരസിംഹാവതാരം കാണിച്ച തൂണ് നമുക്ക് കയ്യെത്തിയ തൊടാം. വലതുവശത്തു കൂടെ വരുമ്പോഴേ സുഖമായിട്ട് തൊടാം. അപ്പോൾ അതൊക്കെ ഒന്ന് സ്മരിച്ച് ഇങ്ങനെ നമ്മൾ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ നല്ല പ്രൗഢിയാണെന്ന് കാണാനുള്ളത്. നന്നായിട്ടുള്ള ആ ദീപത്തിൻ്റെ ആ ജ്വലനം വളരെ മനോഹരമായിട്ട് ഇങ്ങനെ ദീപം ജ്വലിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദീപവും നെയ്വിളക്കിൻ്റെ ആ സ്വർണ്ണവിളക്കിലുള്ള നെയ്വിളക്കിൻ്റെ ആ പ്രഭകൾ ഇങ്ങനെ നമ്മളിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ കാൽപാദത്തിൽ അതാ കാലുകൾ രണ്ട് കാലിലും കാൽത്തളകൾ ഇട്ടിട്ട് ഇങ്ങനെ പട്ടൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞെടുത്ത് പട്ട് വെച്ചാലും പോരാ. ഇന്നത്തെ പട്ടിന് ഒരു പ്രത്യേകതയൊക്കെയാണ് കേട്ടോ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നമ്മൾ നോക്കി നോക്കി വരുമ്പോൾ ഇന്ന് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ആരായിട്ടാണെന്നറിയോ? ഇന്ന് തൃപ്രയാറ് തേവര, അന്ന് തൃപ്രയാറ് ഏകാശിയാണ്. അപ്പോൾ ആ തേവരുടെ ആ ഒരു ഇതാണ്, ശ്രീരാമചന്ദ്രപ്രഭുവായിട്ടാണ് അന്ന് നിൽക്കുന്നത്. വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇന്ന് കാണാനുള്ളത്. എന്താ ഒരു കാഴ്ച എന്നറിയോ? ആ ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട് ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ സന്തോഷമാണ്. മുല്ലമുട്ടുമാല ഉണ്ട്, ആ മാങ്ങാമാല ഉണ്ട് കഴുത്തിൽ, അതുപോലെ ഗോപീതിലക ഉണ്ട്, ചന്ദനം കൊണ്ട് കിരീടം ചാർത്തിയിട്ടുണ്ട്. വളരെ നല്ല കേമായിട്ടുള്ള അലങ്കാരമാണെന്ന്. ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട് ഇങ്ങനെ ആ ശ്രീലകത്ത് ഇങ്ങനെ കുടികൊള്ളുകയാണെന്ന് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. ആ ഇടത്തെ കയ്യിൽ അമ്പുണ്ട്, വില്ലുണ്ട്, വലത്തെ കയ്യിൽ അമ്പും പിടിച്ചിട്ടുണ്ട്. ആ രാജകീയ പ്രൗഢിയിലാണ് അന്ന്. എന്തായാലും ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടുള്ള ആ നിൽപ്പേ അതൊരു വളരെ കേമായിട്ടുള്ള, വളരെ സന്തോഷത്തോടെയുള്ള തൃപ്രയാർ ഏകാശിയുടെ ആ മഹാത്മ്യമൊക്കെ കുടികൊണ്ടുകൊണ്ടാണെന്ന് ആ ശ്രീലകത്ത് ചാർത്തിയിട്ടുള്ളത്. അപ്പോൾ വളരെ നല്ല ഒരു എന്താ അതിന് പറയുക, എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് അറിയില്ല, അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ആ ചാർത്താണെന്ന് ശ്രീലകത്തുള്ളത്. ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ. അപ്പോൾ എല്ലാവരും കണ്ടു തൊഴുക. നല്ല വലിയ താമരയും തെച്ചിയായിട്ടുള്ള വലിയ ഉണ്ടമാലയാണ്. നിങ്ങളുടെ താഴത്തേക്ക് എത്തുന്ന തരത്തിലുള്ള ഉണ്ടമാലകളും തെച്ചിയും തുളസിയായിട്ടുള്ള ഉണ്ടമാലയും, രണ്ട് ഉണ്ടമാലകൾ നന്നായിട്ട് ഇങ്ങനെ കാണാനുണ്ട്. അതുപോലെ ആ തിരുമുടിമാലകളുണ്ട്. അതേപോലെ വിധാനമായിട്ട് ആ തുളസിയും തെച്ചിയായിട്ടുള്ളതും താമരയും തുളസിയായിട്ടുള്ളതും ആയിട്ടുള്ള രണ്ട് മൂന്നാല് ഉണ്ടമാലകൾ ഇങ്ങനെ മേലെയും വിധാനത്തിൽ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനായിട്ട് ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് വിളങ്ങുന്നതെന്ന് ശ്രീരാമചന്ദ്രസ്വാമി അമ്പും വില്ലുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ രാജകീയ പ്രൗഢിയോടെ വളരെ എന്താ പറയുക, പക്ഷേ നല്ല തെളിഞ്ഞ ഭാവത്തോടു കൂടിയിട്ടാണ്, സുസ്മേരവതനായിട്ടാണ്. അമ്പും വില്ലൊക്കെ ഉണ്ടെങ്കിൽ കൂടി, രാജകീയ പ്രൗഢിയാണെങ്കിൽ കൂടി ഭക്തരോട് അനുകമ്പ കാട്ടുന്ന ആ ഒരു സ്വരൂപത്തിലാണ് ഇന്നത്തെ ശ്രീലകത്തെ മേവുന്നത്.
ഇന്ന് പഞ്ചഗവ്യാടലും നവകവും അതുപോലെ ഉച്ചപൂജയും ഒക്കെ ഉണ്ടായിരുന്നത് പഴയം കുട്ടോദിക്കനാണ്. അതുപോലെ കളഭാലങ്കാരം ഉണ്ടായിരുന്ന നമ്മളെ മുൻ മേൽശാന്തി പൊട്ടക്കുഴി ശ്രീനാഥ് ഓദിക്കനാണ്. അദ്ദേഹമാണ് ഇന്നിപ്പോൾ ആ ശ്രീരാമചന്ദ്രസ്വാമിയെ ആ വർണ്ണനകൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ചാർത്തിയിട്ടുള്ളത്. ആ തൃപ്രയാർ തേവരുടെ ഇന്നത്തെ ഏകാശി പുണ്യം കൂടിയും നമ്മൾ ഗുരുവായൂരെത്തുന്ന ഭക്തരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉതകുന്ന തരത്തിലാണ് ഇന്നത്തെ ആ ചാർത്ത്, കളഭച്ചാർത്ത്. വളരെ മനോഹരമായിട്ട് അത് ചാർത്തിയിട്ടുണ്ട്. ആർക്കും കാണാം. അതായത് നേരെ നോക്കിയാൽ ആർക്കും ഒരു കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുമില്ല. വളരെ നന്നായിട്ട് കേമായിട്ട് തന്നെ ചാർത്തിയിട്ടുമുണ്ട്. അപ്പം എല്ലാവരും ആ തേവരെ, ആ ശ്രീരാമചന്ദ്രസ്വാമീനെ കണ്ട് തൊഴുക. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുമാറാവട്ടെ. എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരിലേക്കും എത്തട്ടെ, കൂടുതൽ ആളുകളിലേക്ക്, ഭക്തരിലേക്ക് എത്തട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊഴുകയാണ്. ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം നമുക്ക് ലഭിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ലഭിക്കുമാറാവട്ടെ. ഇനി നമുക്ക് നേരെ ആ ശ്രീലകത്തുനിന്ന് അവിടേക്ക് നോക്കി തൊഴുത് നമുക്കിങ്ങനെ ഇറങ്ങാം. അങ്ങനെ ഇറങ്ങുമ്പോൾ നേരെ അങ്ങനെ പോരുക. ആ സപ്തമാതാക്കളെയൊക്കെ കണ്ട് ഇങ്ങനെ പോരുമ്പോൾ നമ്മുടെ വിഘ്നേശ്വരൻ്റെ അടുത്ത് വരിക. വിഘ്നേശ്വരനെ കണ്ട് തൊഴുക. വിഘ്നേശ്വരന് തുമ്പിക്കൈയൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട് കാണാനുമുണ്ട്. എല്ലായിടത്തും അലങ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ കണ്ട് അവിടുന്ന് ഏത്തൊട്ട് പിന്നെ അവിടുന്ന് ഏത്തൊടാനൊക്കെ ഉള്ളൊരു സമയമുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ ആ സരസ്വതി ദേവീനെയൊക്കെ കണ്ട് തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അത് കഴിഞ്ഞ് അവിടുന്ന് തൊഴുത് ഇങ്ങനെ പോരുമ്പോൾ ആ സൈഡിലുള്ള ഗണപതിനെയൊക്കെ ഒന്ന് കൊണ്ട് തൊഴുത് പോരുമ്പോൾ നമുക്ക് ആ പ്രസാദമൊക്കെ വാങ്ങാം. പ്രസാദം മേൽശാന്തി അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നേരെ ഇങ്ങനെ പോരുക. നേരെ പോരുമ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ കോവിലിന് പുറകുവശത്തായിട്ട് അങ്ങോട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. നമുക്ക് മുൻപിൽ പറയാൻ പറ്റാത്തതൊക്കെ ഇവിടെ ആ പുറകുവശത്ത് പറഞ്ഞാലും ഗുരുവായൂരപ്പൻ കേൾക്കും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അത്ര പെട്ടെന്ന് നമ്മളെ എണീപ്പിക്കൊന്നുമില്ലേ. അപ്പോൾ കുറച്ച് നേരമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് സുഖമായിട്ട് നമുക്ക് ആ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങനെ പോരുമ്പോൾ അനന്തപത്മനാഭസ്വാമി അത് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ വന്നിട്ടൊക്കെ നോക്കാം. എല്ലാവർക്കും ഏകാശിയുടെ ആ പുണ്യമൊക്കെ കിട്ടട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ്. എല്ലായിടത്തും നല്ല അലങ്കാരമാണ്. അപ്പോൾ അവിടെയും കണ്ട് തൊഴുത് നേരെ ആ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോരാം. മുരുകനെയും കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അവിടെ വന്ന് ആ കുങ്കുമൊക്കെ ഒന്ന് ലേശെടുത്ത് നെറ്റിയിൽ തൊട്ടാൽ അത് നല്ല കേമാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ തൊഴുത് അങ്ങനെ പോരാം. അങ്ങനെ ആ ഓവിൻ്റെ അവിടേക്ക് വന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ച് നേരെ ഇനി നമുക്ക് നേരെ നമ്മുടെ താമരക്കണ്ണനെ കാണാൻ പോവാം. താമരക്കണ്ണനെ കണ്ട് കൽപ്പക വൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് സുഖമായിട്ട് തൊഴുക, പ്രാർത്ഥിക്കുക. അതും കഴിഞ്ഞാൽ അങ്ങനെ മണിക്കിണറൊക്കെ ഒന്ന് നോക്കാം. അത് കഴിഞ്ഞ് നമ്മളെ കണ്ണൻ നൃത്താറയിലുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ കിടാവിളക്ക് ഇങ്ങനെ കൊളുത്തിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ അദ്ദേഹം നൃത്തം ചെയ്യണുണ്ട് എന്നുള്ള സങ്കല്പത്തിലേക്ക് അങ്ങോട്ട് നോക്കിയിട്ട് തൊഴാം. അങ്ങനെ തൊഴുത് ഇങ്ങനെ വരുമ്പോൾ ഇനി നേരെ വടക്കേ വശത്തേക്കൂടെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങാം. ആ കുറൂരമ്മേനെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയാൽ നേരെ ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങാം കേട്ടോ. വേണ്ടവർക്ക് പ്രസാദമൊക്കെ തീർത്തൊക്കെ വാങ്ങും. അങ്ങനെ വാങ്ങിയിട്ട് നേരെ ഇങ്ങനെ ഇടത്തരികത്തുകാവിലെ അമ്മയുടെ അടുത്തേക്ക് പോരാം. ഭഗവതി നമ്മളെ കാത്തിരിക്കുകയാണ്. എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുക. അപ്പോൾ അങ്ങോട്ട് പോവുക. അവിടെ പോയിട്ട് അമ്മേനെ ഒന്ന് കാണുക. വളരെ സർവാഭരണ വിഭൂഷിതയായിട്ടിരിക്കുന്ന ആ മഹാഗൗരി ആ ഭഗവതീനെ കണ്ട് തൊഴാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നേരെ നമുക്ക് മമ്മിയൂരപ്പനെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോരാം. അങ്ങനെ ആ കോണിൽ വന്ന മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം. നമശിവായ 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 എന്ന് പറഞ്ഞ് തൊഴുത്
നേരെ ഇങ്ങനെ പോരാം. അധികമൊന്നും തേക്കണം, എന്താ പറയുക, അധികമൊന്നും നമ്മൾ ജപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറും ആ പഞ്ചാക്ഷരി മന്ത്രം മാത്രം ജപിച്ചാൽ തന്നെ ആ ശിവഭഗവാൻ പ്രസാദിക്കുകയും. അപ്പോൾ അത് മാത്രം ജപിച്ചിട്ട് അങ്ങനെ പോരാം. അത് കഴിഞ്ഞാൽ നേരെ ആ കൊടിമരം നോക്കിയിട്ട് തൊഴാം. കൊടിമരത്തിൻ്റെ അവിടുന്ന് ഇനി ഇങ്ങനെ പോരുമ്പോൾ നമുക്ക് ഒന്നുകൂടി ശ്രീലകത്തേക്ക് എത്തി നോക്കാം. അപ്പോൾ നമുക്ക് ആ ഗുരുവായൂരപ്പനെ ഒന്നും കൂടിയും കാണാം. ആ ശ്രീരാമചന്ദ്രസ്വാമി അമ്പും വില്ലുമായിട്ട് നിൽക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമീനെ ഒന്നുകൂടി കാണാം. കണ്ട് തൊഴുത് നേരെ അങ്ങനെ പോരാം. അങ്ങനെ പോരുമ്പോൾ ആ കൂത്തമ്പലത്തിലേക്ക് ഒന്ന് പോയി തൊഴാം. അവിടെയും തൊഴുത് നേരെ അയ്യപ്പസ്വാമിയുടെ അവിടേക്ക് വരാം. അയ്യപ്പസ്വാമിയുടെ അവിടെയും ഇന്ന് ചൊവ്വാഴ്ച ആയാലും സ്വാമിമാർക്ക് കുറവൊന്നുമില്ല കേട്ടോ. കെട്ടുനിറയും സ്വാമി മാലയിടലും എല്ലാം കണ്ടിങ്ങനെ. അപ്പോൾ അയ്യപ്പസ്വാമീനെയും കണ്ട് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേസ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ തൊഴുതൊന്ന് പ്രദക്ഷിണമായിട്ട് ഇനി നമുക്ക് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് പോരാം. അപ്പോൾ പടിഞ്ഞാറ് നടയിലേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ വീണ്ടും ആ ദീപസ്തംഭത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന കണ്ണനെയൊക്കെ കാണാം, വേണുഗോപാലിനെ കാണാം. അതുപോലെ കൊടിമരത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന വേണുഗോപാലിനെ കാണാം. കണ്ട് തൊഴുത് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാവരും എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കണ്ട് തൊഴുതു എന്നുള്ള ആ ഒരു സങ്കല്പം മനസ്സിലേക്ക് വരിക. അപ്പോൾ എല്ലാവരുടെയും മനസ്സ് ആ ഗുരുവായൂരിലാണ്. ഗുരുവായൂരിൽ വന്നിട്ട് തൊഴുന്ന ആ ഒരു പ്രതീതി എല്ലാവരിലേക്കും ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.